ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ഹാപ്പി ശിവരാത്രി ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ഈ ശിവരാത്രിക്ക് ഉപവാസമാണ്. നാട്ടിലാണെങ്കിലും ഉപവാസത്തിൻ്റെ സമയം അല്ലെ ഒരിക്കലിൻ്റെ സമയത്തൊക്കെ ഗോതമ്പിൻ്റെ ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടെ മഹാരാഷ്ട്രയിലാണ് അവിടെ നമ്മൾ അരിയോ ഗോതമ്പോ ഒന്നും കഴിക്കത്തില്ല. ഇന്ന് അതുകൊണ്ട് ചവ്വരി കൊണ്ടുള്ള ഒരു വട. ചവ്വരി ഉപവാസത്തിന് പറ്റും, അതുപോലെ ചാമയരി പറ്റും, പൊട്ടറ്റോ പറ്റും. അങ്ങനെയുള്ളതുകൊണ്ട് ചവ്വരി കൊണ്ടുള്ള ഒരു വടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ ചവ്വരി ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കപ്പലണ്ടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചവ്വരി വട അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ചവ്വരിയിലേക്ക് കുതിർത്ത് വെച്ച ചവ്വരിയിലേക്ക് കപ്പലണ്ടിയുടെ പൊടി ചേർക്കുകയാണ്. ഈ കപ്പലണ്ടി പൊടിച്ച കൂട്ടത്തിൽ അതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചാണ് എത്ര വേണമെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഉപ്പ് കഴിക്കുന്നുണ്ട്. ഇനി ഉപ്പ് കഴിക്കാത്തവരാണെ വ്രതത്തിനുള്ള ഉപ്പ് വേറെ കിട്ടും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മൾ ഉപ്പും കപ്പലണ്ടിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് പുഴുങ്ങി വെച്ച പൊട്ടറ്റോ അത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. പൊടിച്ച് ചേർത്താൽ അതിൽ ലംസ് കാണും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് പൊട്ടറ്റോ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ 1/2 കിലോ ചവ്വരിയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ചവ്വരിക്ക് 1/4 കിലോ കപ്പലണ്ടിപ്പൊടിയാണ് ചേർത്തത്. 4-5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഈ പൊട്ടറ്റോ 6-7 പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ് പൊട്ടറ്റോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ കുഴച്ചെടുക്കാൻ എത്ര പൊട്ടറ്റോ വേണോ അത്രയുമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. വട പോലെ കുഴച്ചെടുക്കാൻ എത്ര വേണോ അത്രയുമാണ് ചേർക്കുന്നത്. നമ്മളിത് ശരിക്ക് കുഴച്ച് നോക്കുകയാണ്. ഈ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഒരു ബൈൻഡിങ് ഏജൻ്റ് ആണ്. നമുക്ക് എത്ര പൊട്ടറ്റോയിൽ അത് ബൈൻഡ് ആകുന്നതെന്നാണ് അത്രയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പൊട്ടറ്റോ ചേർത്ത് ഇതുപോലെ ഇത് കുഴച്ച് വെച്ചു. ഇതിപ്പോൾ നന്നായിട്ട് ബൈൻഡ് ആകുന്നുണ്ട്. എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യണം. ഇതിലിപ്പോൾ ഒരു 3-4 പൊട്ടറ്റോ ചേർത്തിട്ടുണ്ട് ഞാൻ. ഇത് ആക്ച്വലി എടുത്ത ഇതിൽ ചവ്വരിയിൽ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് 4 പൊട്ടറ്റോ ചേർത്തു. ഇങ്ങനെ വരണം. രുദ്രാണി വട ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ ഉരുട്ടിയിട്ട് അതൊന്ന് പതിച്ചിട്ട് അതിന് നടുക്ക് ഒരു ചെറിയ ഹോളിടും. കയ്യിൽ അല്പം വെള്ളം പുരട്ടിയിട്ടാണ് നമ്മൾ ഇത് പരത്തുന്നത്. ഇങ്ങനെ ഓരോ വടയായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അതുപോലെ എണ്ണ ചൂടാകാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് വട ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുകയാണ്. കയ്യിൽ ഒന്നുകിൽ അല്പം വെള്ളം തൂത്ത് അല്ലെങ്കിൽ അല്പം എണ്ണ തൂത്തിട്ട് വേണം ഇങ്ങനെ വട പരത്താൻ വേണ്ടിയിട്ട്. നമ്മൾ എണ്ണ ചൂടാക്കിയപ്പം വട അതിലേക്ക് ഇട്ടു. ഇത് ഇളക്കരുത്, അതൊന്ന് മൂത്ത് വന്നിട്ട് മാത്രമേ ഇളക്കാവൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മൾ ഗ്യാസ് ഫുള്ളിലാണ് വെച്ചേക്കുന്നത്. അത് നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് ഫുള്ളിലായിട്ട് വെച്ചേക്കുകയാണ്. നമ്മുടെ വടയുടെ കളറ് മാറി വരുന്നുണ്ട്. ഇത് നല്ല
ഒരു ചുമപ്പ് നിറം പോലെ വരുമ്പോഴാണ് നമുക്ക് ഇത് എടുക്കേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. मम्मी उड़ेगा पर अभी टूटता है वो, तो दूर से ही करो. നമ്മളൊന്നുകൂടെ തിരിച്ചും ഇട്ട് കൊടുത്തു. നമ്മുടെ വടയുടെ കളറ് മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. അപ്പം നമ്മുടെ സാബുദാന വട എന്ന് വെച്ചാൽ ചൊവ്വരിയുടെ വടയെല്ലാം റെഡിയാക്കി എടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ തൈരാണ് കഴിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കാക്കടി കൂടി അതിലോട്ട് ചുരണ്ടിയിട്ടിട്ട് അങ്ങനെ ഒരു സാലഡ് ആക്കിയിട്ടൂടെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. കാക്കടി ഉപവാസത്തിന് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. കാക്കടിയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പം ഈ സാബുദാന വട വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഫാസ്റ്റിങ്ങിന് കഴിക്കാനുള്ള ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.